ജീവൻ ടി വിയിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരു പ്രവാസിയുടെ യാത്ര എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായ സ്വാഗതം. ഞാനിന്ന് റാസൽ കൈമയിലാണ്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൻ്റെ ഒരു എമിറേറ്റാണ് റാസൽ കൈമ. ഈ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുവാൻ പോകുന്നത് UAE അറിയപ്പെടുന്ന ഒരു ബ്രാൻഡാക്കി മാറ്റിയ അൽ മദീന ഗ്രൂപ്പിൻ്റെ നേതൃത്വ സ്ഥാനത്ത് എത്തിച്ചേർന്ന ആ വഴിയെക്കുറിച്ചാണ്. ആ വിജയത്തിൻ്റെ വഴിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുവാൻ പോകുന്നത്. 1968 ആദ്യമായി പ്രവാസ ഭൂമിയിലെത്തിയ ജനാബ് VNK അഹമ്മദ് എന്ന പ്രവാസി കഠിനാധ്വാനവും ആത്മാർത്ഥതയും സത്യസന്ധതയിലൂടെ നേടിയെടുത്ത വിജയമാണ് അൽ മദീന ഗ്രൂപ്പ്. ഈ പ്രസ്ഥാനത്തിന് ഇപ്പോൾ നേതൃത്വം കൊടുക്കുന്ന 2 യുവ സംരംഭകരെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുവാൻ പോകുന്നത്. ജനാബ് അഹമ്മദ് സാഹിബിൻ്റെ മക്കളായ ലുക്മാനും ഇമ്രാനുമാണ് ഇന്ന് ഞങ്ങളുടെ അതിഥികൾ. അവരുടെ വാപ്പ തുടങ്ങി വെച്ച ഈ സ്ഥാപനത്തെ ഡെവലപ്പ് ചെയ്യാൻ അവരുടെ വിഷൻ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചറിയാം. അതിനു മുമ്പ് ഈ പ്രോഗ്രാമിൽ രണ്ടുപേരെയും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം ലുക്മാൻ, നമസ്കാരം ഇമ്രാൻ. ആയിരത്തി 1968 ഉപ്പ ആദ്യമായിട്ട് ഈ പ്രവാസ മണ്ണിലേക്ക് വരുന്നത്. അതെ, 1968 അല്ലേ? പിന്നെ 73 പ്രസ്ഥാനം തുടങ്ങുന്നത്. അതെ അതെ. എത്രാമത്തെ മകനാണ് ഇമ്രാൻ? അഞ്ചാമത്തെ. മൊത്തം എത്ര പേരാണ്? ഞങ്ങൾ 7 പേരാണ്. 2 പെങ്ങന്മാരും 5 ആൺകുട്ടികളും. അതിൽ ആൺകുട്ടികൾ മൂത്താണ് ഹാറൂൺ. രണ്ടാമത്തത് ജ്യേഷ്ഠ ലുക്മാനാണ് ഇവിടുത്തെ ഇപ്പോൾ VNK ഗ്രൂപ്പിൻ്റെയും മദീന ഗ്രൂപ്പിൻ്റെയും UAE മാനേജിംഗ് ഡയറക്ടർ. അതെ. മൂന്നാമത്തത് ഇമ്രാൻ. നാലാമത്തത് സൽമാൻ. 5ാമത്തെ കൽദൂൻ. ഇപ്പോൾ ലുക്മാൻ കാരണം എന്ന് വെച്ചാൽ നേതൃത്വ സ്ഥാനത്ത് നിന്നുകൊണ്ട് എല്ലാവരെയും ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതാണ് അല്ലേ? ഇപ്പോൾ ഉപ്പായിട്ട് തുടങ്ങി വെച്ച ഒരു സ്ഥാപനം അതിൻ്റെ യശസ് വീണ്ടും ഉയർത്തുക എന്നുള്ളതാണ് വലിയൊരു കടമയാണ്. വേറെ ബിസിനസ്സുകാരിൽ നിന്നും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇതാണ് ഫാദറിൻ്റെത്. മൂപ്പറ് ക്യാഷ് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ അന്ന് സ്റ്റാർട്ടിങ്ങിൽ ഇവിടെ വന്ന ടൈമിൽ ദുബായ് ലൈബ്രറി മറ്റേ ഇവിടെ എല്ലായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഉപ്പാൻ്റെ ഫ്രണ്ടുകൾ എന്ന് പറഞ്ഞാൽ അൽഫുത്തയും അൽ ഹുറൈർ അവരെ പിന്നെ അതുപോലെ ഇവിടുത്തെ പ്രധാനപ്പെട്ട അറബികൾ ഉപ്പാൻ്റെ ക്ലോസ് ഫ്രണ്ടുകളായിരുന്നു. ഇന്ന് അൽ മദീന ഗ്രൂപ്പ് എന്ന് പറയുന്ന പല പേരുകളിലുണ്ടെങ്കിലും അല്ല, അൽ മദീന ഗ്രൂപ്പ് എല്ലാം നമ്മളെ റിലേറ്റീവ് തന്നെയാണ്. നമ്മളെ ജ്യേഷ്ഠന്മാർ, നമ്മളെ അങ്കിള്, കുടുംബമാണ്, എല്ലാ കുടുംബം, മൊത്തം കുടുംബം ഇതാണ്. പക്ഷെ അൽ മദീനയുടെ ആരംഭം ഫാദർ ആയിരുന്നു. അതിൽ നിന്ന് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് പോയതാണ്. ഇപ്പൊ ആദ്യമായിട്ട് ഈ ഒരു മദീന സൂപ്പർ മാർക്കറ്റ് തുടങ്ങുന്നത് ദേരയിലാണല്ലോ. ദേരയിൽ റാക്ക് ബാങ്കിന്റെ അവിടെയായിരുന്നു മദീനയുടെ തറവാട് ആദ്യത്തെ സ്ഥാപനം. പിന്നെ ഫാദർ എന്ന് പറഞ്ഞാൽ വെറും ഒരു ബിസിനസ് മാൻ മാത്രമല്ല, ഒരു സാമൂഹിക രംഗങ്ങളിൽ പോലും ഏത് ഒരു ബിസിനസ്സിന് ഒരു എത്തിക്സ് കൊടുക്കുന്ന ആളാണ്. വെറും ബിസിനസ് മാത്രമല്ല, ജനങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കണം. പിന്നെ അതിന് പുറമെ ഈ അമിതമായിട്ടുള്ള ലാഭം പാടില്ല, ഒരു നല്ല ഒരു ഇതായിരിക്കണം. അങ്ങനെ കുറേ ബിസിനസ് നമ്മൾ നടത്തുന്നു. അതുകൊണ്ട് തന്നെയാണ് ഒരു ചെറിയൊരു സ്ഥാപനത്തിൽ നിന്ന് ഇന്ന് UAE അറിയപ്പെടുന്ന വലിയൊരു പ്രസ്ഥാനമാക്കി മാറ്റുവാൻ സാധിച്ചത്. സത്യസന്ധത മെയിൻ, അതിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല. പിന്നെ പരമാവധി ബാങ്കിനെ ഡിപ്പെൻഡ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം. ലോൺ എടുക്കാതെ അതൊരു വലിയൊരു ബിസിനസിന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അപ്പോൾ ആ ഒരു പോളിസി തുടക്കം മുതലേ ഉപ്പ കീപ്പപ്പ് ചെയ്തു വന്നിരുന്നു. തീർച്ചയായും. ഇമ്രാന്റെ ഇതിലെങ്ങനെയാണ് ഉപ്പായെ കുറിച്ച് ഓർക്കുകയാണെങ്കിൽ? ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു സ്ട്രിക്റ്റ് പ്രിൻസിപ്പിൾ ബിസിനസ്സിലേക്ക് കീപ്പപ്പ് ചെയ്ത ഒരാളാണ്. പറയുന്ന കാര്യം അത് റിയൽ ലൈഫിൽ പ്രാക്ടിക്കലായി കൊണ്ടുവരിക വലിയൊരു ഘടകം. പിന്നെ അമിതമായ ലാഭമെടുക്കാതെ ന്യായമായ വിലക്ക് ഞങ്ങളുടെ വ്യവസായ ശൃംഖലയുണ്ട്, റീറ്റെയിൽ ഇതുണ്ട്. അവിടെയൊക്കെ ജനങ്ങൾ സാറ്റിസ്ഫാക്ഷൻ വലിയൊരു ഘടകം. അതാണ് കസ്റ്റമേഴ്സിന്റെ സാറ്റിസ്ഫാക്ഷൻ ആണ് ഏതൊരു ബിസിനസിന്റെ അടിസ്ഥാനം, ഫൗണ്ടേഷൻ. ഇന്ന് റാസൽ കൈമയിൽ മദീന ഗ്രൂപ്പിന്റെ വലിയൊരു ഷോറൂമാണ് ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ റീസെൻ്റ്ലി സ്റ്റാർട്ട് ചെയ്തതാണ്. ഇതിപ്പോൾ ഇവിടെ ഒരു 5 വർഷമായി. When I came in Ras Al Khaimah in 2009, and we come here to purchase something,
in this market, but there is no market here. There is no supermarket here. So once we read here is a banner, Medina Supermarket. So we were very happy. And opening shot and this maftool on like this. So we said that it will be good for us. So gradually then we come here and once day we see that the door is open now. So prices are good here and the variety is too much variety here. So we didn't feel anything we should go Jazeera or we should go there, but everything is available here. ഇത് അർഷദ് അലി പാകിസ്ഥാനി കസ്റ്റമറാണ്. ഞങ്ങളെ തുടക്കം മുതലേ ഉള്ള ഇവിടെ ഒരു കസ്റ്റമർ കൂടിയാണ്. आज मैं बहुत अच्छी सर्विस ना दी और बहुत सब वर्कर भी अच्छे हैं, रुबा भी अच्छा है, तावन भी करते हैं, हर चीज़ इधर मुहैया है, हर चीज़ मिलती है इधर. हमको किसी किस्म की कोई मसला नहीं कभी बना, ना कभी शिकायत हुई है, ना कभी टेंशन हुई है. हर चीज़ अवेलेबल है, हर चीज़ मिलती है, हर वर्कर भी तावन करता है, रुबा भी तावन करता है. हमें इसके लिए कोई टेंशन आज तक नहीं है. എങ്ങനെയുണ്ട് നമ്മളെ പ്രൈസൊക്കെ എങ്ങനെയുണ്ട്? പ്രൈസൊക്കെ അല്ലെങ്കിലും നല്ല പ്രൈസ്, നമുക്ക് മനസ്സിനൊത്തൊരു പ്രൈസും കാര്യങ്ങളൊക്കെയാണ്. ഒരു കൂടുതലായിട്ടൊന്നുമില്ല. വെറൈറ്റീസൊക്കെ വെറൈറ്റീസും ഉണ്ട്, നല്ല സെലക്ഷൻ ഉണ്ട്, കാര്യങ്ങളൊക്കെ ഓക്കെ. എങ്ങനെ സ്റ്റാഫിന്റെ ബിഹേവിയർ? കുഴപ്പമില്ല, നന്നായിട്ട് പോകുന്നുണ്ട്. മാനേജ്മെന്റ് സൈഡിൽ മാനേജ്മെന്റും കുഴപ്പമില്ല, അത്യാവശ്യം സാധനങ്ങളുണ്ട്, എല്ലാം ഉണ്ട്, റാഹത്തായിട്ടുണ്ട്. പ്രൈസൊക്കെ പ്രൈസും അത്യാവശ്യം ഓക്കെയാണ്. ഹാപ്പിയാണ്. ഞങ്ങൾ ഹാപ്പിയാണ്. റെസ്റ്റോറന്റിൽ പോകാറുണ്ടോ? റെസ്റ്റോറൻറ്റിൽ പോകാറുണ്ട്. രാവിലത്തെ ഫുഡ് അധികം റെസ്റ്റോറൻറ്റ് തന്നെ കഴിക്കാറുള്ളത്. എങ്ങനെയുണ്ട് ഭക്ഷണമൊക്കെ? കുഴപ്പമില്ല, നമ്മളെ നാടൻ രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിയുന്നതും കിട്ടുന്നുണ്ട്. ഓ കുഴപ്പമില്ലാത്ത വ്യൂ. ഉമ്രാൻ, സ്വദേശം തലശ്ശേരിയാണല്ലേ? തലശ്ശേരിയുടെ അടുത്തുള്ള കടവത്തൂർ. സ്കൂൾ വിദ്യാഭ്യാസം അവിടെ ആയിരുന്നു, കടവത്തൂർ തന്നെ ആയിരുന്നു. അപ്പോൾ ലുക്മാനും അവിടെ ആയിരുന്നു. എല്ലാവരും ശരിക്കും ഈ വിദ്യാഭ്യാസം തരുന്ന കാര്യത്തിൽ ഇപ്പോൾ വളരെ ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളത്. തീർച്ചയായും അത് ഇപ്പൊക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഇതാ. അതേത് മതവിദ്യാഭ്യാസമായാലും ഭൗതിക വിദ്യാഭ്യാസമായി കഴിഞ്ഞാലും പിന്നെ മെയിനായിട്ടുള്ള ഒരു ഇത് എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും നമ്മളെ കൊണ്ടുപോകും, എല്ലാ യാത്രകളിലും. അപ്പോൾ അത് നമ്മൾ എത്രത്തോളം അത് മനസ്സിലാക്കുമോ ആ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇതാക്കുന്നത്. എല്ലാ ഇതും നമ്മൾ കാണണം എന്നുള്ളൊരു ആഗ്രഹം അത് ഉണ്ടായിരുന്നു. ലുക്മാനാണ് ആദ്യം വന്നതല്ലേ അവിടെ? 15 വർഷമായി ഇപ്പോൾ UAE-ൽ. ഇമ്രാൻ വന്നിട്ട് 8 വർഷമായി. ഉപ്പാടെ ഐഡിയോളജിയിൽ നിന്ന്, നമ്മളൊരു ബിസിനസ് ഡെവലപ്മെൻറ്റ്സിൻ്റെ ഐഡിയോളജി ഉണ്ട്, അതിൽ നിന്ന് നമ്മുടേതായിട്ടുള്ള സ്വാതന്ത്ര്യത്തിൽ നിന്നുകൊണ്ട് എന്തൊക്കെയാണ് ഇപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്? ഇംപ്ലിമെൻറ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളെ പുതിയ ട്രെൻഡിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ. ഇപ്പോൾ പുതിയ കസ്റ്റമർക്ക് പുതിയ ആവശ്യങ്ങൾ എന്തെല്ലാമാണ് അതിനനുസരിച്ചിട്ട് നമ്മൾ പരമാവധി ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ ഏത് കാര്യത്തിനും ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ ഉണ്ടാവും. ആ ഹെൽത്തി കോമ്പറ്റീഷനിൽ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു രീതിയിൽ ബിസിനസ് എങ്ങനെ കൊണ്ടുപോകണം, കസ്റ്റമറായിട്ടുള്ള പിന്നെ നമ്മളെ സ്റ്റാഫുകളെ അപ്പോൾ ഇടയ്ക്ക് പിന്നെ സ്റ്റാഫ് മീറ്റിംഗ് വിളിച്ചിട്ട് എപ്പോൾ അവരായിട്ടൊരു നമ്മളെ സ്റ്റാഫ് ഇത് എന്നുള്ള ഇതല്ല, നമ്മളൊരു കുടുംബം എന്നുള്ള മദീനയുടെ ഒരു ഫാമിലി മെമ്പേഴ്സ് ആ രീതിയിലാണ് നമ്മൾ സ്റ്റാഫുകളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഈ എംപ്ലോയീസുമായിട്ടുള്ള ഉപ്പാടെ റിലേഷൻ കണ്ടുപഠിച്ചിട്ടുണ്ടല്ലേ? കാരണം അത് ഒരു വലിയ ഫാക്ടർ തന്നെയാണ്. എൻ്റെ പേര് മഹേഷ്, ഞാൻ കോട്ടക്കലാണ് സ്ഥലം. ഇവിടെ വന്നിട്ട് 1.5 വർഷമായി. ഇവിടുത്തെ കാര്യം പറയുകയാണെങ്കിൽ ഇത്രയും ഫ്രീ ആയിട്ട് വർക്ക് ചെയ്ത്, ഞാൻ ഒരുപാട് കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഒരുപാട് സ്ഥലങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ എനിക്ക് കിട്ടുന്ന ആ ഒരു പ്രൊട്ടക്ഷൻ, അത് തന്നെയാണ് എനിക്ക് ഏറ്റവും വലിയ കൈമുതൽ ഇവിടുത്തെ കിട്ടിയത്. അത് എൻ്റെ ഫാമിലിയിലായാലും ശരി, അവർക്കും ഞാൻ ഇവിടെയെന്ന് പറയുമ്പോൾ ഒരു വിശ്വാസം, ഒരു പ്രത്യേക ഒരു ഇതാണ്. അതേപോലെ തന്നെ ഇവരെ ഫാമിലിയായിട്ട് എനിക്ക് ഈ 1.5 വർഷത്തിനുള്ളിൽ എനിക്ക് വളരെ അടുത്ത ഒരു ബന്ധം ഇവരായിട്ടുണ്ടായിട്ടുണ്ട്. അതായത് ലുക്മാൻ ഖാനായിട്ടും ഇമ്രാൻ ഖാനായിട്ടും അവരുടെ ഫാമിലി, അവരുടെ പ്രത്യേകിച്ച് VNK ആ ഒരു വ്യക്തിൻ്റെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു ഇതാണ്. मेरा नाम राहत शाह है, मैं गदून अमाजी का हूँ.
यहाँ पर दुबई में आया हूँ। यहाँ दुबई में शीश महल रेस्टोरेंट में जॉब करता हूँ। अल्हम्दुलिल्लाह यहाँ पर मुझे 5 साल हो गया काम करने को, तो किसी किस्म का तकलीफ़ या कोई मुश्किल मुझे नहीं है। और अल्हम्दुलिल्लाह अपना काम करता हूँ, 5 वक्त नमाज़ पढ़ता हूँ, और रूम खाना पीना रहाइश सब ये लोग हमको देते हैं और बहुत इज़्ज़त करते हैं अल्हम्दुलिल्लाह। जो कि हम ये इंडिया वाले हैं, हम पाकिस्तानी हैं, लेकिन हमको यहाँ पर इज़्ज़त मिलता है। तो हम अल्हम्दुलिल्लाह यहाँ पर 5 साल हो गया और अल्हम्दुलिल्लाह आगे भी जो है हमारा यहाँ पर काम करने को जो है और भी इरादा है। तो बहुत इज़्ज़त देते हैं हम लोग को, हम इनके इज़्ज़त करते हैं। আমি এই মদিনা শীষমহল মে কাম করতেছি। কাম আলহামদুলিল্লাহ অনেক ভালো। আমার স্যালারি এবং বেতন অনেক ভালো। আমার মালিক এবং আরবাব লোক খুবই ভালো, আমার সাথে কোনো সমস্যা নাই। জবি কাজ যে কাজ বলে সেই কাজ বি করতেছি। বেতন ঠিক মতন দিতেছে, অসুখ বিসুখ হইলে ছুটি দিতেছে। যখন বাড়ি যাইতে চাইতেছি তখন বলতেছে যাও, সমস্যা নাই, কাজ কোনো সমস্যা নাই, যে কাজ বলতেছে সেই কাজই করতেছি। ഇന്ന് റാസൽ കൈമയിൽ നമ്മൾ ഈ ഇരിക്കുന്ന അൽ മദീന സൂപ്പർ മാർക്കറ്റ്, അത് കഴിഞ്ഞ് റെസ്റ്റോറൻറ്റ്, ആ റെസ്റ്റോറൻ്റ് ഉണ്ട്. മദീന സൂപ്പർ മാർക്കറ്റിനോട് തൊട്ടടുത്ത് തന്നെ ഉണ്ട്. അത് റീസെൻ്റ്ലി സ്റ്റാർട്ട് ചെയ്തതാണോ? അതൊരു 3-4 വർഷമായി. അത് എന്തൊക്കെയാണ് അതിൻ്റെ സ്പെഷ്യാലിറ്റി? ഞങ്ങൾ മൾട്ടി ഫുഡുകളാണ്. അറബിക് ഉണ്ട്, ചൈനീസ് ഉണ്ട്, പാകിസ്ഥാനി സ്റ്റൈൽ ചെയ്യുന്നുണ്ട്, സൗത്ത് ഇന്ത്യൻ സ്റ്റൈൽ ചെയ്യുന്നുണ്ട്. ഒരു കസ്റ്റമർ ഏതൊരു രീതിയിലുള്ള കസ്റ്റമർ വന്നാലും ട്രീറ്റ് ചെയ്യാനുള്ള ഇതൊക്കെ ഞങ്ങളടുത്ത് മൾട്ടി ഫുഡ് ഞങ്ങളടുത്തുണ്ട്. അതുകൂടാതെ പാണ്ട സൂപ്പർ മാർക്കറ്റ്, അതെ അതെ, അത് റാസൽ കൈമ തന്നെയാണ്. ആ ഇതിൻ്റെ കുറച്ച് അടുത്തായിരുന്നു. இட்லி தோசை பண்றது ரொம்ப ஈஸி. ஆமா, சன்சில்க் ஸ்டார் ஃப்ரெஷ் இன்ஸ்டன்ட் இட்லி தோசை மிக்ஸ் இருக்குல்ல. யே ஆசை ஆசையா தோசை, ஈஸி ஈஸியா இட்லி, சன்சில்க் ஸ்டார் ஃப்ரெஷ் இன்ஸ்டன்ட் சூஸ்டார் இட்லி தோசை மிக்ஸ் இப்பொழுது எல்லா சூப்பர் மார்க்கெட் மற்றும் ஹைப்பர் மார்க்கெட்டிலும் கிடைக்கிறது. നാട്ടിലും ബിസിനസ് രംഗത്തുണ്ടല്ലേ? നാട്ടിലിപ്പോൾ വയനാട് ഒരു ഫുഡ് ഇൻഡസ്ട്രി ഉണ്ട്. അത് സൽമാനാണെന്ന് തോന്നുന്നു. സൽമാൻ ഫുഡ് ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ അത് എന്താണ് അതിൻ്റെ പൾസസ്, സ്പൈസസ്, പിന്നെ സിറിയൽസ്, സ്ക്വാഷ്, ജാമുകൾ എല്ലാം പ്രൊഡക്റ്റുകളുണ്ട്. ഇന്ന് ഒരു ലീഡിങ് ഒരു ഫുഡ് പ്രൊഡക്ട്സിന്റെ മാനുഫാക്ചറിംഗ് ആണ്. ക്വാളിറ്റി ബേസ്ഡ് അഡ്വർടൈസ്മെന്റ് കുറച്ചിട്ട് ക്വാളിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തു. കാരണം അഡ്വർടൈസ്മെന്റ് അല്ല, ക്വാളിറ്റിയിലാണ് വിശ്വാസം. ക്വാളിറ്റിയിലെ വിശ്വാസം, പിന്നെ മാർജിൻ കുറച്ചിട്ട് അതിൽ പരമാവധി ക്വാളിറ്റിയിൽ ഒരു വിട്ടുവീഴ്ച ഇല്ലാണ്ട്, അത് ഫാദറിന്റെ ഒരു പോളിസിയാണ്. അത് ഇന്ന് അതർ സ്റ്റേറ്റുകളിലും ബിസിനസ് രംഗത്തുണ്ട്. കർണാടകയിലും തമിഴ്നാട്ടിലും. അത് VNK ഗ്രൂപ്പിന്റെ കീഴിലാണ്. അതെ അതെ അതെ. പിന്നെ ഹോട്ടൽ ഇൻഡസ്ട്രി ഉണ്ട് വയനാട്. ആ ഹോട്ടലുണ്ട്. ജൂബിലി, ഗ്രേറ്റ് ജൂബിലി. അതെ, അതിന്റെ ഒരു വിങ് ഉണ്ട്, ജൂബിലി റെസ്റ്റോറൻറ്റ്. പിന്നെ ഫാദറിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഫാദറിന് അധികമായിട്ട് ഈ ഒരു ബിസിനസ്സിൽ മാനുഫാക്ചറിങ് ഇതിലാണ് ഇഷ്ടം. ബാബ അഗർബത്തി എന്ന് പറഞ്ഞിട്ട് ഒരു അഗർബത്തിൻ്റെ കമ്പനി ഉണ്ടായിരുന്നു, അത് കോയമ്പത്തൂർ. പിന്നെ അതുപോലെ ഷാൻ ഗാർമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗാർമെൻറ്റ്സ് ഫാക്ടറി ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ പാണ്ട ഫുഡ്സ്. പിന്നെ ആരും ചെയ്യാത്തൊരു ഇതുണ്ട്, നമ്മളെ ഹുക്ക മേഡ് ചെയ്യുന്ന ബിസിനസ് ഉണ്ടായിരുന്നു. ഇന്ത്യയിലാണ്, കോഴിക്കോടിനടുത്തുള്ള കൊയിലാണ്ടി. വ്യത്യസ്തമായിട്ടുള്ളത്. അത് ഉപ്പാടെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി. നമുക്ക് ഇതുണ്ട്, മീറ്റ് പ്രോസസ്സിംഗ് യൂണിറ്റ് ഉണ്ട്, അത് കൊച്ചിയിലുണ്ട്. കോയാസ് എന്ന പേരുണ്ട്. മട്ടാഞ്ചേരിയിലാണ്. മട്ടാഞ്ചേരി കോയാസ് എന്ന് പറഞ്ഞാൽ അത് ഉപ്പാട് തന്നെ നടത്തുന്നു. ഗ്രൂപ്പാണ്. ഏതൊരു പ്രസ്ഥാനത്തിന്റെ വിജയം എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ്. ഉപ്പായാണ് അത് തുടങ്ങി വെച്ചത്. തീർച്ചയായും ആ യൂണിറ്റിയാണ് പ്രസ്ഥാനത്തെ നമുക്ക് വിജയിപ്പിക്കാൻ കഴിയുന്നത്.
ആ യൂണിറ്റി എത്രത്തോളമാണെന്ന്, കാരണം ഇന്നത്തെ തലമുറയിൽ നേതൃത്വ സ്ഥാനത്തിരിക്കുന്ന രണ്ടുപേരും നോക്കിക്കാണുന്നത്? യൂണിറ്റി ഒരു ഘടകം തന്നെയാണ്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പം പഴയ പോലെയല്ല, ഇൻവെസ്റ്റ്മെൻറ്റ് ധാരാളം വേണ്ട വരും. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഇതാകുമ്പോൾ അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഫണ്ട് ഇതാക്കണമെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ട് ഇതാക്കി കഴിഞ്ഞാൽ അതിനുള്ള ഒരു സ്ട്രെങ്ത് ഉണ്ടാവും. ഒരു ബേസ് ഇതാക്കുക എന്നുള്ളതാണ് ഏറ്റവും ഒരു ബിസിനസ്സിൻ്റെ ഏറ്റവും വലിയൊരു ഇത്. പിന്നെ എനിക്ക് ഏറ്റവും വലിയൊരു നന്ദി പറയേണ്ടത് നമ്മളെ സപ്ലയേഴ്സിനോടാണ്. കാരണം സപ്ലയർമാർ നമുക്കൊരു ഗുഡ് വില്ല്, ഒരു മദീനയ്ക്ക് ഒരു ഗുഡ് വില്ലുണ്ട്. അപ്പോൾ എന്തുണ്ടെന്ന് പറഞ്ഞാൽ സപ്ലയർമാർ നമ്മളെ അടുത്ത് വരുന്നു, അപ്പോൾ അവർ നമുക്ക് കടം തരുന്നു. അതന്നെ വലിയൊരു ഹയറാണ്. ട്രസ്റ്റാണ് നമ്മളൊരു സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ സപ്ലയേഴ്സിൻ്റെ ഹെൽപ്പാണ്. I'm from the, because we dealing with exclusive family plastic with more than to Mr. Lukman and Mr. Salman. We are dealing with them almost like 2009, and for us, like whatever we can do for them, the main, you know, the benefits, and because of course this is the business is always from the two hands, and we are getting the good response from them, and of course we are, you know, providing whatever the best facilities and best product to them. And I hope this business will be goes on in future. Inshallah, we pray for the, you know, a very long bonding and collaboration with them. ഞങ്ങളുടെ കമ്പനി എക്സ്ക്ലൂസീവ് ഫാമിലി വർഷങ്ങളായിട്ട് മദീന ഗ്രൂപ്പുമായിട്ട് ബന്ധമുള്ളതാണ്. 2009 തൊട്ട് ലുക്മാനും ഇമ്രാനുമായിട്ട് നല്ല ബന്ധമാണ്. ഇവിടെ കട സ്റ്റാർട്ട് ചെയ്ത സമയം തൊട്ട് ഞങ്ങൾ നല്ല റിലേഷൻഷിപ്പാണ്. സാധനങ്ങൾ നമ്മുടെ നിന്ന് ഏറ്റവും കൂടുതൽ സാധനങ്ങൾ പർച്ചേസ് ചെയ്യും. അതുപോലെ തന്നെ ഈ ചെക്ക് തരുന്ന കാര്യത്തിലും ക്യാഷ് പേയ്മെൻറ്റ് കാര്യത്തിലാണെങ്കിലും വളരെ നല്ല രീതിയിലാണ് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും പുതിയ 2 വർഷം മുമ്പ് പുതിയൊരു ഷോപ്പ് തുടങ്ങിയപ്പോഴും അവിടെ വെച്ചാണെങ്കിൽ പോലും നല്ലൊരു ട്രീറ്റും കാര്യങ്ങളൊക്കെ തന്നു. കമ്പനിക്കാരെയൊക്കെ എല്ലാ കമ്പനിക്കാരെയും വിളിച്ചിട്ട് അവിടെ വെച്ചൊരു മീറ്റിംഗ് വെച്ചു. ആ മീറ്റിങ്ങിലൂടെ എല്ലാവർക്കും നല്ല ഒരു സപ്പോർട്ട് കൊടുത്തു. അതുകൂടെ അതിൽ കൂടെ നമ്മൾ നല്ല സപ്പോർട്ടിലൂടെയാണ് ഇപ്പോഴും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ കുറഞ്ഞ മാർജിനിൽ വരെ നമുക്ക് കസ്റ്റമേഴ്സിന് കൊടുക്കാൻ സാധിക്കുന്നതും അവരുടെ വലിയ സപ്പോർട്ട്. കാരണം ഹോൾസെയിലായിട്ടും റീറ്റെയിൽ സപ്പോർട്ടും നമ്മളെ സ്റ്റാഫിന്റെ സപ്പോർട്ട്. 4 ഘടകം ഇതിൽ. ഒന്ന് സപ്ലയേഴ്സ്, മാനേജ്മെന്റ്, സ്റ്റാഫ്, കസ്റ്റമേഴ്സ്. ഇതൊരു സൈക്കിളാണ്. ഇതിനെ ഒരേ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് അതാണ് ഈ ബിസിനസിന്റെ വിജയം. അതിന് ജനങ്ങളിൽ വിശ്വാസം നേടിയെടുക്കുക. മദീന ഗ്രൂപ്പ് ആണ് ആദ്യമായിട്ട് ഇവിടെ ഫ്രീ ഹോം ഡെലിവറി എന്ന കൺസെപ്റ്റ് ഇവിടെ കൊണ്ടുവന്നത്. UAE ആ ഒരു കൺസെപ്റ്റ് ഉപ്പായിട്ട് തന്നെയാണ് കൊണ്ടുവന്നത്. ഉപ്പ തന്നെ സ്വന്തം പോയി പല ഫ്ലാറ്റുകളിലും ഫ്ലയർ ഇട്ട ചരിത്രമൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ശരിക്കും ഒരു ബിസിനസ്സിനെ ജനകീയമായി കൊണ്ടുവന്നത് ഉപ്പാടെ ഐഡിയോളജി തന്നെയാണ്. തീർച്ചയായും. പിന്നെ സ്പോൺസർ പോലും ദുബായിലെ റോയൽ ഫാമിലിപ്പെട്ട ആൾക്കാരായിരുന്നു തുടക്കത്തിൽ. പേര് അലി ഹാരബ്. ഉപ്പാടെ വളരെ അടുത്ത അലി ഹാരബ്, മുഹമ്മദ് ഹാരബ്, അങ്ങനെ ഓരോ. ഇപ്പോൾ ഉള്ളത് അവരെ മകളാണ് ഹൗല ഹാരബ്. അപ്പോൾ അവരുമായിട്ടെല്ലാം നല്ല ബന്ധം ഉണ്ടാക്കി വെച്ചു എന്നുള്ളതാണ്. ഞങ്ങൾക്ക് എപ്പോൾ ഒരു സീറ്റ് ഇന്നും മാറ്റിവെക്കും. അവരെ വീട്ടിന്റെ ഉള്ളിൽ പ്രവേശിക്കാറുണ്ട്, സീറ്റ് ഉണ്ട്. അത് ഞങ്ങൾ ഉപ്പ ഉണ്ടാക്കിയെടുത്തൊരു ട്രസ്റ്റാണ് അവർക്കുണ്ടായി. ഇവിടെ ഉള്ള UAE എല്ലാവർക്കും, ഏതൊരു മലയാളിയും മാത്രമല്ല, ഇവിടുത്തെ അറബ്സ് പോലും ബഹുമാനിക്കുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് അഹമ്മദ് സാഹിബ്. ആദ്യമായിട്ട് ഇവിടെ വരാൻ വേണ്ടിയിട്ട് സറൂനി എന്ന് പറയുന്ന ഫാമിലിയാണ് വിസ കൊടുത്തത്. അജ്മാലിലെ ഷെയ്ഖ് ഇവിടെ ലാൻഡ് വരെ ഓഫർ ചെയ്തിരുന്നു. പിന്നെയാണ് ദേരയിൽ RAK ബിൽഡിങ്ങിലാണ് ആദ്യമായിട്ട് ഈ കോൺസെപ്റ്റ് ഇവിടെ കൊണ്ടുവരുന്നത്. അന്ന് ഇവിടെ പ്രമുഖരായ 3 ബിസിനസ് ഗ്രൂപ്പേ ഉള്ളൂ. മദീന പോപ്പുലർ ആയത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഈ ഫ്രീ ഹോം ഡെലിവറി, ജനങ്ങളുടെ ഡോർ സ്റ്റെപ്പിൽ സാധനങ്ങൾ എത്തിക്കുക, അതിലാണ് പോപ്പുലർ ആയത്. കസ്റ്റമറെ പിക്ക് ആൻഡ് ഡ്രോപ്പ് സർവീസ് വരെ ഞങ്ങൾ ഇന്ന് ആരംഭിച്ചു കഴിഞ്ഞു. അവരെ ഡോർ സ്റ്റെപ്പിൽ പോയിട്ട് ലേബർ ക്യാമ്പ് ആയിക്കോട്ടെ, അവരെ വീടുകളായിക്കോട്ടെ, ഞങ്ങൾ വണ്ടി അയച്ച് അവർക്ക് കസ്റ്റമറെ ഇവിടെ കൊണ്ടുവന്ന് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾക്ക് വാങ്ങി തിരിച്ച് അവരെ വീട്ടിലേക്ക് എത്തിക്കാനുള്ള, അല്ലെങ്കിൽ ലേബർ ക്യാമ്പിൽ എത്തിക്കാൻ, ഓഫീസിൽ എത്തിക്കാനുള്ള സംവിധാനമൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പുതിയ ആശയമായിട്ട് ഞങ്ങളെ നെക്സ്റ്റ് ആശയമാണ് എല്ലാ കസ്റ്റമേഴ്സിൻ്റെയും നമ്പർ കളക്ട് ചെയ്ത് വാട്സപ്പ് ആയിക്കോട്ടെ, ഈ ഫേസ്ബുക്ക് ആയിക്കോട്ടെ, അതൊക്കെ ID ക്രിയേറ്റ് ചെയ്ത് അവർക്ക് ലേറ്റസ്റ്റ് ഞങ്ങളുടെ ട്രെൻഡുകളൊക്കെ അറിയിക്കാനും ഈ പ്രൈസുകളൊക്കെ അറിയിക്കാനുള്ള ഇതും കൂടി ഞങ്ങളിപ്പോൾ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. ശരിക്കും അത് ഉപ്പാടെ വലിയ പിന്തുണയും ഇപ്പോൾ ഉണ്ട്. പിന്തുണയുണ്ട്. ഇതിലെല്ലാത്തിനും ഉപ്പാടെ ഈ ഒരു സഹകരണ മനോഭാവത്തിന് ഏറ്റവും കൂടുതൽ പിന്തുണ കൊടുത്തത് ഉമ്മയാണ്. തീർച്ചയായും. അപ്പോൾ മാതാവ് എന്ന് പറയുന്ന ഒരു വലിയ ഫാക്ടർ തന്നെയാണ്. എത്രത്തോളമാണ് ഉമ്മ നിങ്ങളുടെ ജീവിതത്തിൽ സ്വാധീനിച്ചിട്ടുള്ളത്? ഞങ്ങളുടെ ഉമ്മ പേര് ഖദീജ
വീട് കടവത്തൂരിൻ്റെ അടുത്തുള്ള എലാങ്കോട്. ഇന്ന് ഈ കാണുന്ന എല്ലാ മദീനക്കാരുടെയും ഒരു അടുത്ത കുടുംബക്കാരിയും കൂടിയാണ് ഉമ്മ. അപ്പോൾ അവിടെ കാരാച്ചി എന്നറിയപ്പെടുന്ന ഒരു തറവാടിലാണ് ഉമ്മയുടെ ജനനം. ഉപ്പ ഞോലയിൽ എന്ന് പറയും, അതാണ് VNK, വടക്കേ ഞോലയിൽ കുഞ്ഞി അഹമ്മദ്. ഉമ്മ വലിയൊരു ബാക്ക് ബോണാണെന്ന് പറയാം. പിന്നെ മറ്റുള്ള ജ്യേഷ്ഠൻ ഹാറൂൺ ആയിക്കോട്ടെ, അവരുടെയൊക്കെ വലിയൊരു സപ്പോർട്ട് ഈ ബിസിനസ്സിനെ എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്? അവരൊക്കെ വലിയൊരു റോൾ മോഡലാണ് ഞങ്ങൾക്ക്. നമ്മളെ അങ്കിള്, പിന്നെ ഇത് തന്നെ ഫാമിലി, നമ്മളെ മെമ്പേഴ്സ് പറയുകയാണെങ്കിൽ ഒരുപാട് പേരുണ്ട്. തീർച്ചയായും ഇന്നും ഞങ്ങളെ ബാക്ക് ബോണായി നിൽക്കുന്ന ഈ UAE സപ്പോർട്ട് ചെയ്യുന്ന മുഹമ്മദ് അലി, അബ്ദുള്ള, സലാം, CH അബൂബക്കർ, ഇവരൊക്കെ ഞങ്ങൾക്ക് വലിയൊരു സപ്പോർട്ടാണ്, ഊർജ. അത് തന്നെയാണ് ഈ വിജയം എന്ന് പറയുന്നത്. തീർച്ചയായും. ഇമ്രാൻ കല്യാണം കഴിച്ചിരിക്കുന്നത് ഞങ്ങളെ ഈ മദീനയുടെ ഒരു ഫാമിലി തന്നെ ആണ്, പാനൂരിന്റെ അടുത്ത്. പാനൂരിന്റെ. മിസ്സിന്റെ പേര് സൈബുന്നിസ. എത്ര കുട്ടികൾ? ഞങ്ങൾ 3 പേര്. 3 പേര്. മൂത്തയാള് മറിയം, രണ്ടാമത്തെ ആസിയ, ഇപ്പോൾ ജന്മം നൽകിയത് മൂന്നാമത്തെ അമ്മാർ ആൺകുട്ടിയാണ്. ലുക്മാന്റെ വിവാഹം കഴിച്ചിരിക്കുന്നത് ഞാൻ കുറ്റിയാടിയാണ് കഴിച്ചത്. AK അഹമ്മദ് എന്ന് പറഞ്ഞ ആളെ മകളാണ് സബീല. എനിക്ക് 3 കുട്ടികളാണുള്ളത്. മൂത്ത മകൻ അബ്ദുൽ വദൂദ്, രണ്ടാമത്തത് ഷക്കീബ് അർസലാൻ, മൂന്നാമത്തത് നെയ്മ മൻഹ. നാട്ടിലിപ്പോൾ വയനാടാണ് ഹെഡ് ക്വാർട്ടറായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ബിസിനസ്. അല്ല, ഫാദർ എന്ന് പറഞ്ഞാൽ ഏകദേശം സൗത്ത് ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും ഫാദർ ബിസിനസ് ഉണ്ടായിരുന്നു. ബാംഗ്ലൂർ ആദ്യ കാലഘട്ടത്തിലെ അവിടെ ബിസിനസ് റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. റെസ്റ്റോറൻറ്റ് അവിടെ ഈ പറഞ്ഞ ഫുഡ് ഇൻഡസ്ട്രി സെൽവ ഫുഡ്സ് ഉണ്ട്. അതുപോലെ കോയമ്പത്തൂർ പറഞ്ഞ ബാബ അഗർബത്തി, ഇപ്പോൾ ഉണ്ട് അവിടെ ഈ ഹോട്ടൽ കസ്തൂരി ഭവൻ ഉണ്ട്, എലൈറ്റ് ബേക്കറി ഉണ്ട്. പിന്നെ അവിടെ ഏറ്റവും ഫേമസ് ആയ അപ്പോൾസ്ട്രി ഗ്രൂപ്പ് കോയാസ്, ഞങ്ങളൊരു പാർട്ണർ കൂടെ, അവരെ കൂടെയാണ് ഞങ്ങളിവിടെ ഈ മീറ്റ് എക്സ്പോർട്ടിൻ്റെ ഇത് ചെയ്യുന്നത്. ഈ റാസൽ കൈമ ഇപ്പോൾ എത്രത്തോളമാണ് ഈ ഡെവലപ്മെൻറ്റ്സിന്? കാരണം ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 2008 ഞങ്ങളിവിടെ റാസൽ കൈമയിൽ ഇത് ആരംഭിക്കുന്നത്. ഈ മദീന ഗ്രൂപ്പിൻ്റെ ഒരു സംരംഭം. ലോകം മുഴുവനും റിസഷൻ നിൽക്കുന്ന സമയത്താണ് ഞങ്ങളിവിടെ വന്നത്. റാസൽ കൈമയുടെ ഒരു പുരോഗതിയുടെ തുടക്കം കൂടിയാണ് ഞങ്ങൾ വരുന്ന സമയം. അതുകൊണ്ടാണ് ഞങ്ങളിവിടെ തുടങ്ങിയത്. ഇന്നും ഈ നാടിനോട് ഞങ്ങൾക്ക് വല്ലാത്തൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. പ്രത്യേകിച്ച് പറഞ്ഞാൽ ദുബായ് പോലുള്ള ഒരു തിരക്കേറിയ ഒരു പട്ടണത്തിൽ നിന്ന് വളരെ നാടൻ ഒരു ഗ്രാമത്തിലാണ് ഞങ്ങൾ ആദ്യമായിട്ട് അത് ഒരു സാമ്പത്തിക പ്രതിസന്ധി നിൽക്കുന്ന കാലത്ത് തുടങ്ങുന്നത്. പിന്നെ നമ്മളിവിടെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നതാണ്. ഇവിടെ ആ സമയത്ത് ആരും ഇല്ലായിരുന്നു. ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു മാർക്കറ്റായി ടൗൺഷിപ്പായി മാറി. അതുപോലെ തന്നെ ഇവിടെ ഇതിൻ്റെ സ്പോൺസർ എന്ന് പറഞ്ഞാൽ സയ്യിദ് അൽ നുഐമി എന്ന് പറഞ്ഞ ഇവിടുത്തെ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടറാണ്. ഇവിടുത്തെ ഒരു അറിയപ്പെടുന്ന ഒരു ഫാമിലിയിലുള്ള ആളായിരുന്നു. മൂപ്പറ ഫാദർ FNC മെമ്പറായിരുന്നു. നമുക്ക് എല്ലാ സപ്പോർട്ടും മൂപ്പർ തന്നിട്ടുണ്ട്. മൂപ്പറ നമുക്കൊരു ഘടകമാണ്. പിന്നെ അതുപോലെ നമുക്ക് ഈ അവസരത്തിൽ മറക്കാൻ പറ്റാത്തതാണ് ഷാനവാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ട്. നമ്മളിവിടെ എത്താനുള്ള ഒരു കാരണക്കാർ അവരാണ്. ഹാരിസ്, ഷാനവാസ്, ഫസൽ അവരായിരുന്നു നമ്മളിവിടെ എത്തിച്ചത്. പിന്നെ ദുബായിൽ നിന്ന് ഇവിടെ ഇങ്ങനെ ഒരു ലൊക്കേഷൻ ഇവിടെ ഉണ്ടെന്നും ഈ ബിസിനസിന്റെ സാധ്യതകളെ കുറിച്ച് തീർച്ചയായും നമുക്ക് ഒരു വഴികാട്ടിയായി. അതുപോലെ തന്നെ പേരെടുത്ത് പറയേണ്ട ഒരു പ്രത്യേക വ്യക്തി മിസ്റ്റർ AK അഹമ്മദ്, കുറ്റ്യാടിക്കടുത്തുള്ള പാറക്കടവ് പാലേരി സ്വദേശിയാണ്. ഞങ്ങളുടെ സഹോദരൻ്റെ ഫാദർ ഇൻ ലോ കൂടിയാണ്. അവർ ഞങ്ങൾക്ക് വലിയൊരു ഊർജ്ജമാണ് ഈ ബിസിനസ്സിൽ. പ്രത്യേകിച്ച് GCC കൺട്രിയിൽപ്പെട്ട ഒമാൻ പോലുള്ള സ്ഥലങ്ങൾക്ക് ഞങ്ങളുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം പ്രത്യേകം പ്രയത്നിച്ചിട്ടുണ്ട്. UAEയിൽ നിന്നും വ്യത്യസ്തമായി ഒമാനിൽ ഞങ്ങൾ ബേക്കറി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ബിസിനസ്സാണ് ആരംഭിച്ചത്. സൂപ്പർ മാർക്കറ്റ് കം ബേക്കറി. അവിടെ തന്നെ സ്വന്തമായി പ്രൊഡ്യൂസ് ചെയ്ത് ജനങ്ങൾക്ക് ഫ്രഷായിട്ട് ബേക്കറി ഉൽപ്പന്നങ്ങൾ എത്തിക്കുക എന്നൊരു കൺസെപ്റ്റിലാണ് അവിടെ ആരംഭിച്ചത്. അതിൻ്റെ ഒരു മാസ്റ്റർ മൈൻഡും ശ്രീമാൻ
AK അഹമ്മദാണ്. ഇൻ ഫ്യൂച്ചർ, കാരണം നമ്മൾ ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് ഇവിടെ എത്തിക്കഴിഞ്ഞു, ഇനി എന്തൊക്കെയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ ലുക്മാൻ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഡെവലപ്മെൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ അധികമായിട്ട് ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്. പറഞ്ഞ പോലെ കുറച്ച് ഈ മാനുഫാക്ചറിങ് യൂണിറ്റുകൾ ആരംഭിക്കണം എന്നുള്ള ആഗ്രഹങ്ങളുണ്ട്. മാർഗനിർദ്ദേശം അനുസരിച്ച് മുന്നോട്ട് പോകണം. തീർച്ചയായും. അത് തന്നെയാണ് ഇമ്രാൻ്റെയും ആഗ്രഹം. ഞങ്ങളിപ്പോൾ റാസൽ കൈമേൽ ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ലൊക്കാലിറ്റിയിൽ ഒരു സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാന്നുള്ള ഒരു ഇതുപോലും ആലോചിച്ചു കൊണ്ടിരിക്കുക. ബിസിനസ് മാത്രമല്ല, ഒരു വിദ്യാഭ്യാസ രംഗത്ത് നമുക്ക് മദീന ഗ്രൂപ്പിന് എന്ത് ചെയ്യാൻ കഴിയും, ഡൈവേഴ്സിഫിക്കേഷൻ, അത് തന്നെ അതിനുവേണ്ടിയുള്ള പ്രാരംഭ നടപടികളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും അത് മുന്നോട്ട് പോകുവാൻ പടച്ച തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരക്കേറിയ ഈ സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു അഭിമുഖം അനുവദിച്ചു തന്നെ താങ്ക് യു മിസ്റ്റർ ലുക്മാൻ ആൻഡ് ഇമ്രാൻ. താങ്ക് യു വെരി മച്ച്.